ഇന്ന് ഹയർ സെക്കൻഡറി +2 റിസൾട്ട് വരികയാണ്. നമ്മുടെ മക്കളൊക്കെ നന്നായി ട്രൈ ചെയ്ത് പഠിച്ച് എഴുതിയത് തന്നെയാണത്. SSLCയുടെ റിസൾട്ടിൻ്റെ പേഴ്സൻറ്റേജിലേക്ക് ചേർത്തി നോക്കിയിട്ട് +2 റിസൾട്ട് വിജയശതമാനം വളരെ കുറവായിരിക്കും. 99% ആളുകളും SSLC എഴുതിയവർ പാസ്സാകുമെങ്കിൽ +2 78-80% മാത്രമേ പാസ്സാവുകയുള്ളൂ. അവർക്ക് നന്നായി പഠിക്കാനുണ്ട്. SSLCയിൽ കുറഞ്ഞ മാർക്ക് മാത്രമേ എഴുതിയിട്ട് വാങ്ങിച്ചാൽ മതി, എന്നാൽ തന്നെ അവർ പാസ്സാകും. +2 അങ്ങനെയല്ല, നന്നായി എഴുതണം, നന്നായി പഠിക്കണം. അവർ എഴുതിയിട്ട് തന്നെ ധാരാളം മാർക്ക് വാങ്ങിച്ചാലാണ് അവർക്ക് വിജയിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് +2 ഒരുപാട് ആളുകൾ ഫെയിലാകുന്നത്. ഇന്ന് റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മക്കൾ, കുടുംബങ്ങളിലുള്ളവർ, സൗഹൃദ വലയങ്ങളിലുള്ളവർ, അവരുടെ മക്കളൊക്കെ 1-2 വിഷയങ്ങളിലൊക്കെ ഫെയിലായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. പക്ഷേ അത് കണ്ട് അവർ പഠിക്കാത്തവരാണെന്നോ അവർ എക്സാം പ്രിപ്പയർ ചെയ്യാത്തവരാണെന്നോ കരുതരുത്. 1-2 വിഷയങ്ങളിൽ മാത്രം ഫെയിലായവർക്ക് പിന്നീട് പാസ്സാകാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അവർ സേ എഴുതട്ടെ, ഇമ്പ്രൂവ്മെൻ്റ് എഴുതട്ടെ, അവരുടെ മാർക്ക് ഇനിയും അവർക്ക് ഉയർത്താനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. അതവർ നന്നായി പഠിച്ച് എഴുതിയത് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരും പബ്ലിക് എക്സാമുകൾ നെവർ റിമൈൻഡ് ആക്കാറില്ല. അവരെല്ലാം കൃത്യമായി രാത്രിയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയതാണ്. അവരെ മനസ്സിന് സന്തോഷം നൽകുന്ന രൂപത്തിൽ അവരോട് അപ്രോച്ച് ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി നൽകട്ടെ.